നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ KSRTC ഡ്രൈവർ തർക്കം. ഈ വിഷയത്തിൽ ഇപ്പോൾ ഇതാ നിർണായകമായ അതിസുപ്രധാനമായ ഒരു നീക്കം പോലീസ് നടത്തിയിരിക്കുകയാണ്. മെമ്മറി കാർഡ് കളഞ്ഞുപോയ സംഭവം എങ്ങനെ കളഞ്ഞു, ആരുടെ കയ്യിൽ നിന്ന് കളഞ്ഞു, ആർക്കാണത് എടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ നിർണായകമായ മറ്റൊരു നീക്കം. ഇത് ബസ് കണ്ടക്ടർ സുബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ബസ്സിലെ CCTV മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് KSRTC കണ്ടക്ടർ സുബിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. തമ്പാനൂർ പോലീസാണ് കണ്ടക്ടറെ ചോദ്യം ചെയ്യുന്നത്. യദു ഓടിച്ചിരുന്ന ബസിന്റെ കണ്ടക്ടറാണ് സുബിൻ. തർക്കത്തിന്റെയും ഡ്രൈവർ വാഹനം ഓടിക്കുന്നതിനിടെ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെയും ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. ഇതടങ്ങിയ മെമ്മറി കാർഡാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. KSRTC ഡ്രൈവറുമായി റോഡിൽ തർക്കമുണ്ടായ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനെതിരെയും കേസെടുത്തിരുന്നു. FIRൽ ഗുരുതര ആരോപണങ്ങളാണ് ഇരുവർക്കുമെതിരെയുള്ളത്. എന്തായാലും കണ്ടക്ടറെ ചോദ്യം ചെയ്യുകയാണ്. മാത്രമല്ല നിർണായകമായ മറ്റൊരു കാര്യം, ഈ ബസിന്റെ ഡ്രൈവർ യദു ഈ മെമ്മറി കാർഡ് സുബിൻ ഒളിപ്പിച്ചതായിരിക്കും. അത് ഈ കണ്ടക്ടറാണ് ഒളിപ്പിച്ചത് എന്നതടക്കമുള്ള ഒരു ആരോപണമൊക്കെ കണ്ടക്ടർക്കെതിരെ ഉന്നയിച്ചിരുന്നു. എന്തായാലും കണ്ടക്ടറെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. നിർണായകമായ വിവരങ്ങൾ പോലീസിന് കിട്ടുമെന്ന് തന്നെയാണ് നിഗമനം. യദുവിന്റെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് FIRൽ ഉണ്ടായിരുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്നും സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ച് കയറിയെന്നും FIRൽ വ്യക്തമാക്കിയിട്ടുണ്ട്. MLA അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായി FIRൽ പറയുന്നുണ്ട്. കോടതിയിൽ നിന്ന് കിട്ടിയ പരാതിയിലെ ആരോപണങ്ങൾ അങ്ങനെ തന്നെ FIRൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതേസമയം KSRTC ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കേസെടുക്കാതെ ചുറ്റിക്കളിച്ച പോലീസ് കോടതി അനുസരിച്ച് മേയർക്കും MLAയ്ക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. നേമ സ്വദേശിയായ ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ, KM സച്ചിൻ ദേവ് MLA, മേയറുടെ സഹോദരൻ അരവിന്ദിന്റെ ഭാര്യ ആര്യ, കണ്ടാൽ അറിയാവുന്ന യുവാവ് എന്നീ 5 പേർക്കെതിരെ കേസെടുക്കാനായിരുന്നു കോടതിയുടെ ഉത്തരവ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അഫിനിമോൾ S രാജേന്ദ്രനാണ് കന്റോൺമെന്റ് പോലീസിനോട് കേസെടുക്കാൻ ഉത്തരവിട്ടത്. ഹൈക്കോടതി വക്കീൽ ബൈജു നോയിലിന്റെ ഹർജി പരിഗണിച്ച ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം മേയർക്കും കുടുംബത്തിനുമെതിരെ കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. എന്നാൽ ജാമ്യമില്ലാ കുറ്റം ഉൾപ്പെടെ കൂടുതൽ വകുപ്പുള്ളതാണ് ഡ്രൈവറുടെ ഹർജി പ്രകാരമുള്ള കേസ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അന്യായമായി തടഞ്ഞുവയ്ക്കൽ, ബസ്സിനുള്ളിലേക്ക് അതിക്രമിച്ചു കടന്ന് ഭീഷണിപ്പെടുത്തൽ, തെറി പറയൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇതിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കുറ്റം ജാമ്യമില്ലാത്ത വകുപ്പാണ്. ബസ് തടഞ്ഞു, പൊതുശല്യം ഉണ്ടാക്കി എന്നീ ചെറിയ വകുപ്പുകളാണ് ആദ്യ കേസിൽ പോലീസ് ചുമത്തിയത്. ബസ്സിൽ നിന്ന് കാണാതായ മെമ്മറി കാർഡിന്റെ അന്വേഷണത്തിൽ ശരിയായ അന്വേഷണം നടത്തുന്നതിനു പകരം യദുവിന്റെ ഫോൺ പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള തന്ത്രങ്ങൾ പോലീസ് മെനയുന്നതിനിടയിലാണ് മേയർക്കെതിരെ കേസ് കൂടി എടുക്കേണ്ടി വന്നത്. അതായത് കോടതിയുടെ വിധി പ്രകാരമാണ് മേയർക്കെതിരെ കേസെടുക്കുക എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ അതിപ്രധാനമായ ഒരു നീക്കമാണ് നടക്കുന്നത്. ഇതിലെ ബസ് കണ്ടക്ടറെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.